ഹലോ കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുതിയൊരു റൈസ് ഡിഷ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് എങ്ങനെ ആരും ട്രൈ ചെയ്യാത്തൊരു ഡിഷായിരിക്കും ഇതേ. ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒന്ന് ചെയ്തു നോക്കിയതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ബസ്മതി റൈസാണ് എടുത്തേക്കണത്. അപ്പോൾ ആവശ്യത്തിനുള്ള അരി എടുത്തിട്ട് ഞാനത് നല്ലവണ്ണം കഴുകി കുറച്ചു നേരം കുതിർത്താനായിട്ട് വെച്ചിരുന്നു. ഒരു 10-20 മിനിറ്റ്. കുറച്ച് ഗരം മസാലയുടെ ആവശ്യമുണ്ടേ. ഒരു 3 ഏലക്കായും 3 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ അരി വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് ആ ഗരം മസാല അതിലേക്ക് അങ്ങോട്ട് ഇട്ടു. അതങ്ങോട്ട് മൂത്ത് വന്നപ്പോഴേക്ക് അതിലേക്ക് ഈ അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ചേർത്തിട്ടേ ഞാൻ അരി അങ്ങോട്ടേക്ക് വേവിക്കാനായിട്ട് അങ്ങോട്ട് ഇട്ടേ. ഈ അരി ഞാനേ ഊറ്റിയെടുക്കാനുള്ള പരിപാടി, അതാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവൊന്നും പറയാതിരുന്നത്. വെള്ളം അധികം ഒഴിച്ചിട്ട് അതങ്ങോട്ട് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിന് ഒരു 2 സവാള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് നുറുക്കി അത് റെഡിയാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇതേ ഈ റൈസിലേക്കുള്ള മസാല റെഡിയാക്കാനായിട്ടാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി വേണം, ഇതിലേക്കും ഇടണേ. അപ്പം അതിനായിട്ട് ഞാൻ ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്കായ, പെരുംജീരകം നേരത്തെ എടുത്ത പോലെ തന്നെ എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് വെച്ചിട്ടേ അടുപ്പത്തേക്ക് ഒരു ചട്ടി അങ്ങോട്ട് വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് ആ ഗരം മസാല ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടിട്ടേ അതൊന്ന് മൂത്ത് അങ്ങോട്ട് വരുമ്പോഴേക്കും നല്ല സ്മെല്ല് അങ്ങോട്ട് വരും. മൂത്ത് വരുമ്പോൾ വരുമ്പോഴേക്കും ആ വെളുത്തുള്ളിയും സവാളയും ഇഞ്ചിയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് ചേർത്ത് അങ്ങോട്ട് കൊടുക്കണം. അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്നോട് വഴറ്റി അങ്ങോട്ട് എടുക്കണേ. ഉപ്പ് അങ്ങോട്ട് ചേർത്ത് വഴറ്റിയെടുത്താലേ അത് പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും ഈ സവാളയൊക്കെ. ഇപ്പം ചോറ് നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയായിട്ട് എടുത്തിട്ടുണ്ടേ. അത് ഊറ്റിയെടുത്തുകൊണ്ട് അങ്ങനെ കുഴഞ്ഞങ്ങോട്ട് പോയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഊറ്റിയെടുക്കാറ്. ഞാൻ ഈ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ മിക്കവാറും കുഴഞ്ഞു പോകാറാണ് പതിവ്. കുറച്ച് അധികം വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് അരി ഏകദേശം വേവണ പാകമാകുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്ത് അത് നല്ലോണം അങ്ങോട്ട് ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകാണ്ട് തന്നെ നമുക്ക് ഈ റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. സവാള അങ്ങോട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ചേർത്ത് അതങ്ങോട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ്. ഒരു ചെറിയ ചിക്കൻ അങ്ങോട്ട് കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിയാക്കി കഴുകി ആ മസാലയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് അതുകൊണ്ട് വേവിച്ചങ്ങോട്ട് എടുത്തു. അത് അടച്ച് വെച്ച് വേവിച്ചെടുത്തു. അപ്പം ഈ പരുവത്തിൽ കിട്ടി വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റിയിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ്. അതായത് നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുമല്ലോ, ചിക്കൻ സ്റ്റൂ, മട്ടൺ സ്റ്റൂ, അതുപോലെ തന്നെ എഗ്ഗിൻ്റെ സ്റ്റൂ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാറുണ്ട്. അതേപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ള മസാല നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുള്ള മസാല ഉണ്ടല്ലോ, ആ മസാലയ്ക്ക് പകരം സ്റ്റൂ അങ്ങോട്ട് ഉണ്ടാക്കി. എന്നിട്ട് ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് വറ്റണതിന് മുമ്പേ ആ വേവിച്ച് വെച്ച റൈസ് അങ്ങോട്ട് ഇട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേ ചെറിയ തീയിലങ്ങോട്ട് അടച്ചങ്ങോട്ട് വെച്ച് ആ തേങ്ങാപ്പാലും ബാക്കിയുള്ള മസാലയൊക്കെ ആയിട്ടേ ആ റൈസ് ഒന്നും കൂടി അങ്ങോട്ട് വെന്ത് വരുമ്പോഴേക്കും ഒരു വെറൈറ്റി ഡിഷ് ഇവിടെ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കാനുണ്ടാവും, അതുപോലെ തന്നെ റൈസും ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ ഇതേപോലൊരു കോമ്പിനേഷൻ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. കാരണം ഞാൻ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്ത് നോക്കി ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന്. ഞാൻ കണ്ടില്ല ഇതേപോലെ ഒരു കോമ്പിനേഷനിൽ ചെയ്തേക്കണതേ. കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി നെയ്യിൽ അങ്ങോട്ട് മൂപ്പിച്ചങ്ങോട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തപ്പോഴേക്ക് നമ്മുടെ പുതിയൊരു ഡിഷായ സ്റ്റൂ റൈസ് ഇവിടെ റെഡിയായി. നിങ്ങളാരെങ്കിലും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി സ്വാദാണ്. തേങ്ങാപ്പാലിൽ നമ്മുടെ ചോറ് അങ്ങോട്ട് വെന്ത് റെഡിയായിട്ട് അങ്ങോട്ട് വരുമല്ലോ, ഇപ്പം നല്ല വേറെ ലെവല് സ്വാദാവും ആ ചോറിന്. സ്റ്റൂവിൻ്റെ കാര്യമൊന്നും പിന്നെ പറയണ്ടല്ലോ. ആ സ്റ്റൂവിൽ ചോറും കൂടി റെഡിയായിട്ട് അങ്ങോട്ട് വരുമ്പോൾ ആ ചോറിൻ്റെ സ്വാദ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. എന്തായാലും ഒന്ന് ഇതേപോലെ ഒന്ന് റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ
കമൻ്റ് അടിക്കാനും മറക്കരുതേ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ പല വെറൈറ്റി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. മട്ടൺ സ്റ്റൂ റൈസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂ റൈസ്, എഗ് സ്റ്റൂ റൈസ്, അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂ റൈസ്, അങ്ങനെ പല പല വെറൈറ്റി നമുക്ക് ഈ റൈസിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.